قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരാഴ്ച കൂടി പിന്നിട്ടാൽ നമ്മൾ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലോകം റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി അവർ ഒരുങ്ങുകയാണ്. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ മാസത്തിനു വേണ്ടി മുന്നൊരുക്കം നടത്തുക എന്ന് പറഞ്ഞാൽ പൊതുവിൽ വീട്ടിലെ മാറാലകളൊക്കെ അടിച്ച് വൃത്തിയാക്കുക, വീടടിച്ചു തൂക്കുക, അതുപോലെ തന്നെ നമസ്കാരപ്പായയും നിസ്കാരക്കുപ്പായവും ഒക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതോടൊപ്പം റമദാനിലേക്ക് ആവശ്യമുള്ള അരിയും പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക. ഇങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പാണ് പൊതുവിൽ നടക്കാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ശഅബാൻ മാസമായാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കേരളത്തിൽ മുസ്ലിം വീടുകളിൽ അപകടങ്ങൾ സംഭവിക്കും. എല്ലാ ശഅബാനിലും ഉള്ളതാണത്. കാരണം ഈ വീട് അടിച്ചു തുടക്കാനും മാറാല തൂക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സഹോദരിമാർ സ്റ്റൂളിലോ ചെയറിലോ ലാഡറിലോ ഒക്കെ കയറി നിൽക്കും. അങ്ങനെ ഈ മാറാല തൂക്കാൻ വേണ്ടി ഇങ്ങനെ എത്തിയൊക്കെ മാറാല തൂക്കുമ്പോൾ ഒന്നുകിൽ ഇട്ടിരിക്കുന്ന ചെയർ ഒടിയും, അതല്ലെങ്കിൽ സ്റ്റൂള് തെന്നിപ്പോവും, അല്ലെങ്കിൽ ലാഡറും മറിയും. ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന കുറേ ആളുകൾ എല്ലാ ശഅബാനിലും കേരളത്തിലുണ്ടാവും. ഈ അടുത്തുപോലും നമ്മുടെ ഒരു സഹോദരി, നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരു സഹോദരി ബ്രാത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൂടി കൊണ്ടുപോയി പുറത്തിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം ഡ്രസ്സിന് തന്നെ തീ പിടിച്ച് 80% പൊള്ളലേറ്റ് മരിച്ചുപോയത് നമ്മുടെ തൊട്ടടുത്താണ്. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ അടിച്ചുതൊടയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. റമദാനിന് വേണ്ടി തയ്യാറെടുത്ത ആളുകൾക്ക് ചിലപ്പോൾ റമദാൻ നേരെ ചൊവ്വേ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അവരൊന്നുകിൽ ബാൻഡേജ് ഇട്ട് ആശുപത്രിയിലോ വീട്ടിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ തയ്യാറെടുപ്പുകളൊക്കെ നല്ലത് തന്നെയാണ്. നമുക്കതിനെ കുറ്റപ്പെടുത്താനോ അത് പിന്തിരിപ്പൻ സമീപനമാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പരിശുദ്ധ മാസത്തിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീടൊക്കെ അടിച്ചു തുറക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതാണോ പരിശുദ്ധ റമദാനിലേക്കുള്ള മുൻകരുതൽ? തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണോ? നമ്മളൊന്ന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ചാൽ, നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ്? നമ്മൾ നമസ്കരിക്കുന്നത് എക്സർസൈസിന് വേണ്ടിയിട്ടാണോ നമ്മൾ നമസ്കരിക്കുന്നത്? അല്ല. നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണ്? ഡയറ്റ് കൺട്രോളായിട്ടാണോ നമ്മൾ നോമ്പെടുക്കുന്നത്? കാരണം ഭക്ഷണം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ
നമുക്ക് ആരോഗ്യം, കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറഞ്ഞ് ആരോഗ്യം ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ നോമ്പെടുക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ നോമ്പെടുക്കുന്നത് ഒന്നാമത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന നിലക്കാണ്. പടച്ച തമ്പുരാൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണാനന്തരം മറ്റൊരു ലോകത്ത് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകത്ത് സ്വർഗവും ലഭിക്കണം. ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നതും നമസ്കരിക്കുന്നതും ഹജ്ജ് ചെയ്യുന്നതും എല്ലാം ആരാധനകളൊക്കെ നിർവഹിക്കുന്ന ആ ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവികവും പാരത്രികവുമാണ് നമ്മുടെ ലക്ഷ്യം. ദൈവികമാണ്, പാരത്രികമാണ്. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഒരു ആരാധനാ കർമ്മം മനോഹരമായി കൃത്യമായി നിർവഹിച്ചു എന്നതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും നാളെ പരലോകത്ത് സ്വർഗവും കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ആരാധന കൃത്യമായി നിർവഹിക്കുന്നു, ഭംഗിയായി ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ പടച്ച തമ്പുരാൻ്റെ കൽപ്പന അനുസരിക്കുന്ന ആളായി മാറി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ തുറന്നു വച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരാരാധനാകർമ്മം ഭംഗിയായി നിർവഹിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാറുകയും നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ തൃപ്തിയും അതിനോടനുബന്ധിച്ച് സ്വർഗവും നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ വിചാരിക്കാനുള്ള ഒരു ന്യായവും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്, പടച്ച തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ആരാധനകൾ എനിക്ക് സമർപ്പിക്കണം എന്നല്ല. നിങ്ങളുടെ ആരാധനകൾ എനിക്ക് സമർപ്പിക്കണം, നിങ്ങൾ ആരാധനകളുടെ കാര്യത്തിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, നിങ്ങൾ ആരാധനകളുടെ കാര്യത്തിൽ എനിക്ക് വിധേയപ്പെടണം എന്നല്ല പടച്ച തമ്പുരാൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. ആരാധനകൾ എനിക്ക് സമർപ്പിക്കണമെന്നല്ല അള്ളാഹ് ആവശ്യപ്പെടുന്നത്. പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം എനിക്ക് സമർപ്പിക്കണം എന്നാണ്. നിങ്ങളുടെ ജീവിതം സമ്പൂർണമായി എൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കണം എന്നാണ്. ഇതാണ് പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? സമർപ്പണം എന്നാണ്. നമ്മളൊരു ഖുതുബയിൽ വളരെ വിശദമായത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അത് സമർപ്പണമാണ്. അത് ആരാധനകളുടെ സമർപ്പണമല്ല, ജീവിതത്തിൻ്റെ സമർപ്പണമാണ്. ജീവിതത്തിൻ്റെ സമർപ്പണമാണ് അല്ലാഹ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്ത് 56-ാം വചനം, ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്നെ ആരാധിക്കാനല്ലാതെ എന്നല്ല. എനിക്ക് നിങ്ങൾ എന്നെ പരമാധികാരിയായി അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വിധേയപ്പെടാനല്ലാതെ ഞാൻ നിങ്ങളെവിടെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വിധേയപ്പെടലാണ്. അതിൻ്റെ ഭാഷാപരമായ ഘടനയനുസരിച്ചും ആശയത്തിൻ്റെ ഉള്ളടക്കവും അനുസരിച്ചും ഇതാണ് അതിൻ്റെ ശരിയായ പരികൽപ്പന. സാധാരണ അതിന് പറയാറുള്ളത്, നമ്മൾ പലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ നിങ്ങളിവിടെ സൃഷ്ടിച്ചിട്ടില്ല. അല്ല, അങ്ങനെയല്ല അള്ളാഹ് പറയുന്നത്. അള്ളാഹ് പറയുന്നത് എനിക്ക് വിധേയപ്പെടാനല്ലാതെ, എന്നെ പരമാധികാരിയായി അംഗീകരിച്ചുകൊണ്ട് എൻ്റെ കൽപ്പനകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വിധേയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹ് പറയുന്നത്. അതുപോലെ തന്നെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 38-ാമത്തെ വചനം, 30-ാമത്തെ വചനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 38-ാമത്തെ വചനം, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രത്യേകിച്ചും മനുഷ്യ സമൂഹത്തോട് പൊതുവിലും അല്ലാഹ് പറയുന്നത് എന്താണ്? ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ, എൻ്റെ ഭാഗത്ത് നിന്ന് ഹുദ വരും എന്നാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ആരാധനാ നിർദ്ദേശങ്ങൾ വരുമെന്നല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ഹുദ വരും. ഫമൻ തബിഅ ഹുദായ, ആ ഹുദായ, ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം എന്നാണ്, ആരാധന എന്നല്ല. സാൻമാർഗിക നിർദ്ദേശങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് വരും. ഫമൻ തബിഅ ഹുദായ, അങ്ങനെ സാൻമാർഗിക നിർദ്ദേശങ്ങൾ വരുമ്പോൾ ആരതിനെ പിന്തുടരുന്നുവോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നന്നായി നമ്മൾ മനസ്സിലാക്കണം ഇത്. ഞാൻ ആമുഖത്തിൽ ഓതി വച്ച 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 208, 209 ആയത്തിൽ അല്ലാഹ് എന്താ പറയുന്നത്?
യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങൾ സമ്പൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ. അവിടെ എവിടേക്കായിട്ട് നിങ്ങൾ നിൽക്കല്ലേ. നിങ്ങൾ സമ്പൂർണമായിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ എന്നാണ് അള്ളാഹ് ആവശ്യപ്പെടുന്നത്. സമ്പൂർണ്ണ സമർപ്പണമാണ് അള്ളാഹ് ആവശ്യപ്പെടുന്നത് എന്നർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യരുത്? പിശാചിനെ നിങ്ങൾ പിന്തുടരരുത്. കാരണം അത് മനുഷ്യന്റെ വർഗശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തുകളും ഇതുപോലുള്ള ഖുർആനിക സൂക്തങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളിൽ നിന്ന് പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നത് കേവലം കുറെ ആരാധനകൾ നിർവഹിക്കലല്ല, മറിച്ച് ജീവിതത്തിന്റെ സമ്പൂർണമായ സമർപ്പണമാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ആരാധനകളുടെ സമർപ്പണമല്ല, സമ്പൂർണ്ണ ജീവിതത്തിന്റെ സമ്പൂർണമായ സമർപ്പണമാണ് ആവശ്യപ്പെടുന്നത്. ജീവിതത്തെ അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിക്കാൻ നമ്മെ പ്രാപ്തമാക്കാനുള്ളതാണ് നമ്മളുടെ ആരാധനകൾ. ഇങ്ങനെ വേണം നമ്മൾ ആരാധനകളെ നോക്കിക്കാണാൻ. വേറെ കുറെ വശങ്ങളുണ്ട്, അത് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ അതിന് ബാക്കി വിശദാംശങ്ങൾ പറയും. ജീവിതത്തെയും ആരാധനകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് കാണേണ്ടത് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കാൻ, സമ്പൂർണമായി സമർപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് നമ്മുടെ ആരാധനകൾ. നമ്മുടെ ആരാധനകൾ അതിന് നമ്മെ പ്രാപ്തമാക്കണം. അങ്ങനെയുള്ള ആരാധനകളിൽ ഒന്നാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കം എന്ന് പറയുന്നത് അടിച്ചു തുടക്കലല്ല, മാറാല തൂക്കലല്ല, മറിച്ച് ഞാൻ ഇതുവരെ നിർവഹിച്ച ആരാധനാ കർമ്മങ്ങൾ തൻ്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കാൻ പറ്റും വിധം എത്രത്തോളം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള പരിശോധനയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. കാരണം കഴിഞ്ഞ കൊല്ലം നമ്മൾ നോമ്പ് പിടിച്ചതാണ്, ഇനിയിപ്പോൾ അടുത്ത നോമ്പിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ പിടിച്ച നോമ്പ് തൻ്റെ ജീവിതത്തിൽ ദൈവിക കൽപ്പനകൾ പാലിക്കുന്നതിൽ തന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ എത്രത്തോളം പ്രാപ്തമാക്കിയിട്ടുണ്ട് എന്ന പരിശോധനയാണ് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നടത്തേണ്ട പരിശോധന എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിൽ അരിയുണ്ടോ, പൊടിയുണ്ടോ, ഈത്തപ്പഴമുണ്ടോ, കാഷ്യൂനട്ടുണ്ടോ എന്നുള്ള പരിശോധനയല്ല, മാറാല ഇരിപ്പുണ്ടോ എന്നുള്ള പരിശോധനയല്ല. വളരെ സുപ്രധാനമായ ഒരു ആരാധനയിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ഒരു ദിവസമുള്ളതല്ല, നീണ്ട 30 ദിവസമുള്ള ആരാധനയാണ്. ഈ ആരാധന ഞാൻ കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നു, അതിന് മുന്നത്തെ വർഷവും നമ്മൾ ചെയ്തിരുന്നു. ഈ ആരാധനകൾ തൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കുന്ന കാര്യത്തിൽ തന്നെ എത്രത്തോളം പ്രാപ്തമാക്കിയിട്ടുണ്ട് എന്ന പരിശോധനയാണ് വേണ്ടത്. ആ പരിശോധന നടക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിശോധിക്കണത്? ആ പരിശോധന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ പരിശോധന തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ നിശിതമായ ഒരു ഓഡിറ്റിങ്ങിന് നമ്മൾ വിധേയമാക്കണം. നമ്മുടെ ജീവിതത്തെ നിശിതമായ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയും ആവശ്യമെങ്കിൽ എഡിറ്റിംഗ് നടത്തുകയും ചെയ്യണം. ഇപ്പം റമദാനിന് ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ നിശിതമായ ഒരു നിരൂപണം, ഒരു അക്യൂട്ട് അനാലിസിസ് നടത്തണം. നിശിതമായ ഒരു പരിശോധന നടത്തണം, ഒരു അവലോകനം നടത്തണം. അങ്ങനെ നടത്തി ഓഡിറ്റിംഗ് നടത്തി നോക്കുമ്പോൾ എഡിറ്റിംഗ് പലയിടത്തും ആവശ്യമുണ്ട് എങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം, എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കണം, ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർക്കാൻ ശ്രമിക്കണം. ഇതാണ് പരിശുദ്ധ റമദാനിനോട് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ വർത്തമാനങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ഇണകളോടുള്ള സമീപനത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ മറ്റ് സഹോദരന്മാരോടുള്ള പരസ്പര ബന്ധത്തിൻ്റെ നിലവിലുള്ള തൻ്റെ സ്റ്റാറ്റസ് എന്താണ്? അതുപോലെ തന്നെ തൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ താൻ എത്രത്തോളം സൂക്ഷ്മത പുലർത്തുന്നവനാണ്? അതുപോലെ തന്നെ സക്കാത്തിന്റെ കാര്യത്തിൽ തൻ്റെ കൊടുക്കുന്ന കാര്യത്തിൽ തൻ്റെ അവസ്ഥ എന്താണ്? സദാചാരത്തിൻ്റെ കാര്യത്തിൽ, ലൈംഗിക വിശുദ്ധിയുടെ കാര്യത്തിൽ തൻ്റെ ഇപ്പോഴത്തെ നില എന്താണ്? അതുപോലെ തന്നെ നീതി പാലിക്കുന്ന കാര്യത്തിൽ നീതിപൂർവം പെരുമാറുക, നീതിപൂർവം വർത്തമാനം പറയുക, നീതിപൂർവം ഇടപെടുക എന്ന കാര്യത്തിൽ തൻ്റെ നിലപാട് എന്താണ്? ഇത്തരം കാര്യങ്ങൾ
വളരെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് നടത്തലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങേണ്ടത് ആ നിലക്കാണ് ഒരുങ്ങേണ്ടത്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുത്തിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ധാരാളമായി നമ്മൾ കേൾക്കുന്ന ആയത്താണ്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ തഖ്വ പാലിക്കണം. വഖൂലു ഖൗലൻ സദീദൻ, നല്ല രൂപത്തിൽ സംസാരിക്കണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഈ സംസാരം നന്നാക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ സംഗതിയല്ല. അത് വിശദമായി തന്നെ പല ഖുതുബകളിൽ നമ്മൾ പറയേണ്ടതാണ്. ഞാൻ വളരെ നേരത്തെ അത് സംബന്ധമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല. വളരെ ചുരുക്കി അത്തരം കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സംസാരം നന്നാക്കണം. നമ്മൾ ജീവിതത്തിൽ തെറി പറയാൻ പാടില്ല. എന്ത് പ്രകോപനമുണ്ടായാലും ഭാര്യയെ അടക്കം, നാട്ടുകാരെ അടക്കം, അയൽക്കാരെ അടക്കം, സുഹൃത്തുക്കളെ അടക്കം നമ്മൾ തെറി പറയാൻ പാടില്ല. തെറിവാക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. നല്ല സംസാരം എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അത് തന്നെയാണ്. കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും തെറ്റുമ്പോൾ തെറി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് തിരുത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് ഇത് തിരുത്താൻ കഴിയാത്തത്? ഞാൻ മേലിൽ തെറി പറയില്ല, ഞാൻ ചൂടാകും, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കും, ഞാൻ ദേഷ്യപ്പെടും, പക്ഷെ എന്ത് പ്രകോപനമുണ്ടായി ദേഷ്യപ്പെട്ടാലും തെറി പറയില്ല എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാതെ പോണത്? അതുകൊണ്ട് എൻ്റെ ഈ വർത്തമാനം കേൾക്കുന്ന ആളുകൾ ഈ റമദാനിൻ്റെ മുമ്പിൽ വെച്ചെങ്കിലും ഒരു തീരുമാനത്തിലെത്തി. നിങ്ങളെല്ലാവരും തെറി പറയുന്നവരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഈ റമദാനോട് കൂടി നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. പിന്നെ സംസാരിക്കുമ്പോൾ അനാവശ്യമായിട്ട് അതിരുവിട്ട ആളുകളെ കളിയാക്കുക, അതിരുവിട്ട ആളുകളെ പരിഹസിക്കുക, പരദൂഷണം പറയുക. നിങ്ങൾക്കറിയാമോ, നമ്മൾ വേണ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്ന പലതിനെക്കുറിച്ചും ഖുർആൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ സംസാരത്തെക്കുറിച്ച് ഖുർആൻ എത്രയോ സ്ഥലത്താണ് കൗലൻ മഹറൂഫ, കൗലൻ സദീദ, കൗലൻ കരീമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയോ. അതുകൊണ്ട് ഒരു മനുഷ്യനെ അളക്കുന്നത് തന്നെ, അതിൻ്റെ ഒരു പാരാമീറ്റർ തന്നെ, ഞാൻ എങ്ങനെയുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് അളക്കണമെങ്കിൽ എൻ്റെ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി. വായിൽ നിന്ന് വരുന്നതാകട്ടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകമാണെന്ന് നമുക്ക് തീർത്തും വിശ്വസിക്കാവുന്ന ഒരു വാചകം ബൈബിളിലുണ്ട്. മത്തായി സുവിശേഷത്തിൽ മറ്റോ കിടക്കുന്നുണ്ട്. അതിൽ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, വായിൽ നിന്നല്ല വരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. വായിൽ നിന്ന് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതല്ല ഒരാളെ അശുദ്ധനാക്കുന്നത്, വായിൽ നിന്ന് വരുന്നതാണ് ഒരാളെ അശുദ്ധനാക്കുന്നത് എന്ന് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ വായിൽ നിന്ന് വരുന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. ഒരുപാട് പറയാനുണ്ട് നമുക്ക് അതിനെക്കുറിച്ച്, വർത്തമാനത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നുള്ളി കീറി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഒരാളെ നരകത്തിലിടാൻ അയാളുടെ നാക്ക് മാത്രം മതി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. നാക്കുകൊണ്ട് ഒരാൾ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അതൊക്കെ നമ്മളൊന്ന്, ഞാൻ പറഞ്ഞില്ല, ഒരു ഓഡിറ്റിംഗ്, ആ വിഷയം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കി എഡിറ്റ് ചെയ്യണം നമ്മൾ. മാതാപിതാക്കളുള്ള നമ്മുടെ സമീപനം 17-ാം അധ്യായം സൂറത്തുൽ ഇസ്ര 23-ാമത്തെ വചനം, വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വഖല്ലാ റബ്ബുക, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്ത് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. തുടർന്ന് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറണം. ഛേ എന്ന വാക്കുപോലും പറയരുത് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് അല്ലാഹ് പറയുന്നത്. ഈ വിഷയത്തിൽ തന്നെ മാതാപിതാക്കൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയുന്നു, മാതാപിതാക്കളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നേട്ടമാണ് നിങ്ങൾ മനസ്സിലാക്കണം. പലർക്കും, ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പലർക്കും ഒരു പക്ഷേ ഇപ്പം തോന്നുന്നുണ്ടാവും, തങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ നന്നായി നോക്കിയേനെ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും.
അതുകൊണ്ട് തന്നെ ഇപ്പം മാതാപിതാക്കളുള്ള ആളുകൾ ആ സുവർണ അവസരം നഷ്ടപ്പെടുത്താതെ, കുറേയൊക്കെ പ്രയാസമുണ്ട്, മാതാപിതാക്കളെ അന്വേഷിക്കാൻ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് പടച്ചാമ്പുരാൻ ഇത് വലിയ പ്രശ്നമാകുമെന്ന് കണ്ടിട്ടായിരിക്കണം വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞതുപോലെ പലതും പറയേണ്ടടുത്ത് അതൊന്നും പറയാതെ അള്ളാഹ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട കാര്യം ഏതാണ്ട് 9 അധ്യായങ്ങളിലായിട്ട് 7 സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ തൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കളുള്ള തങ്ങളുടെ സമീപനം എന്താണ്? നമ്മളൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അതുപോലെ തന്നെ ഇണകളോടുള്ള ബാശിറൂഹുന്ന ബിൽ മഅറൂഫ് 2-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലുള്ളതാണ്, 19-ാമത്തെ മറ്റോ വചനമാണത്. ബാശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഇണകളോട് മാന്യമായി പെരുമാറണം. ഭാര്യയോടുള്ള തൻ്റെ പെരുമാറ്റത്തിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ് എന്ന് നമ്മളൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. എന്നിട്ട് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ എഡിറ്റ് ചെയ്യണം. ഭാര്യയെ തെറി പറയരുത്, ഭാര്യയ്ക്ക് നേരെ കൈവക്കരുത്, ഭാര്യയുടെ മാതാപിതാക്കളെ അനാവശ്യമായി പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്, ഭാര്യയെ ബോധപൂർവം നമ്മൾ ഒരിക്കലും ഭാര്യയെ കൊച്ചാക്കരുത്. അവളൊരു നമ്മെപ്പോലെയുള്ള ഒരു ഇൻഡിവിജ്വലാണ്, നമ്മെപ്പോലെയുള്ള എല്ലാ ബോധവും അതേ നിലപാടും കാഴ്ചപ്പാടും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് അവളെന്ന് നമ്മൾ അംഗീകരിക്കണം ആദ്യം. അതനുസരിച്ച് നമ്മൾ അതൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ബന്ധങ്ങൾ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹുവിൻ്റെ ഈ പരിധി നിങ്ങൾ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. അപ്പോൾ തൻ്റെ സഹോദരന്മാരായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഇത് ഖുർആനാണ് പറയുന്നത്. ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ബന്ധങ്ങൾ വഷളായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബന്ധങ്ങൾ ചേർക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ഒരു സലാം ചൊല്ലിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ മുമ്പിൽ ഈഗോയൊക്കെ മാറ്റിവെക്കുക. പരമാവധി നമ്മൾ ബന്ധങ്ങൾ തകർക്കാതെ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ തകരണ എപ്പോഴാണ്? സംസാരം നല്ലതാകാതെ വരുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾ തകരുക. നമ്മൾ എന്ത് വർത്തമാനം പറഞ്ഞാലും ശരി, ഒന്ന് സൂക്ഷിക്കണം. തെറ്റിയിട്ട് യോജിപ്പിൽ എത്തിക്കഴിയുമ്പോൾ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ആളുകളോട് പറയരുത്. മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയരുത്. ആ ബന്ധങ്ങളെ ഉലപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് ആ ബന്ധങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. എത്രയും പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടിയെ ഇടപെടുത്താതെ തന്നെ ആ പ്രശ്നങ്ങൾ നമ്മൾ ഇടപെട്ട് അങ്ങോട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പരിഹരിച്ചിട്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കാൻ. നീതിയുടെ കാര്യത്തിൽ നമ്മുടെ നിലപാടെന്താണ്? നീതിയുടെ കാര്യത്തിൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനമാണിത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതി കൽപ്പിക്കുന്നു. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലുഹു അഖറബു ലിത്തഖ്വ. ഒരുപക്ഷേ ഈ മിമ്പറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ആയത്താവാനാണ് സാധ്യത ഈ ആയത്ത്. ഒരുപാട് നമ്മൾ ഇത് ഉദ്ധരിക്കാറുണ്ട്. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്നാവലുകൾ ഉണ്ടാകും. എന്താണ്? ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം, ഒരു ജനവിഭാഗത്തിന് നമ്മളോടുള്ള വിരോധം, അല്ലെങ്കിൽ ആ ജനവിഭാഗത്തോട് നമുക്കുള്ള വിരോധം, നീതി പറയാൻ, നീതിപൂർവം സംസാരിക്കാൻ, നീതിപൂർവം ഇടപെടാൻ, നീതി കാണിക്കാൻ അതൊന്നും തടസ്സമാകരുത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് പാലിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പുണ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് അല്ലാഹു പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു കാര്യം നീതി പാലിക്കുക എന്നതാണ്. 2 കാര്യത്തെക്കുറിച്ച് അള്ളാഹ് തഖ്വയോട് ഏറ്റവും അടുത്തതെന്ന് പറഞ്ഞത്. നിസ്കരിക്കൂ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. നോമ്പെടുക്കൂ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. ഹജ്ജ് ചെയ്യൂ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. സകാത്ത് കൊടുക്കൂ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. ദിക്ർ ചൊല്ലൂ, ഇത് തഖ്വയോട് ഏറ്റവും അടുത്തതാണ്. ഒരിടത്തും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് പറഞ്ഞത് നീതി പാലിക്കണം. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളായിക്കൊണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അള്ളാഹുവിന് സാക്ഷികളായിക്കൊണ്ട്. തിരിച്ചും മറിച്ചും അള്ളാഹു സൂറത്തുൽ നിസായിലും സൂറത്തുൽ മാഇദയിലും അള്ളാഹു അത് പറയുന്നുണ്ട്. നീതി കൽപ്പിക്കുന്നു. ഫഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതൂൻ, നീതി പാലിക്കുക, അള്ളാഹു മുഖ്സിതീങ്ങളെയാണ്, നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്.
അതേപോലെ തന്നെ നമ്മുടെ സദാചാരം, ലൈംഗികമായ വിശുദ്ധിയുടെ കാര്യത്തിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 6-ാമത്തെ വചനം, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, നിങ്ങളുടെ സ്വന്തം ഭാര്യയിൽ മാത്രമേ നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ തീർക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വേലി ചാടിയാൽ നിങ്ങൾ അതിക്രമകാരികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ, തങ്ങളുടെ ആ വിഷയത്തിലുള്ള തങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് എന്ന് നമ്മളൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. വളരെ ഗൗരവമായിട്ട് അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലൈംഗിക സുരക്ഷിതത്വമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു മനുഷ്യന്റെ വളരെ സുപ്രധാനമായ പ്യൂരിറ്റി എന്ന് പറയുന്നത് 3 പ്യൂരിറ്റിയാണ്. ഒന്നാമത്തത് വിശ്വാസത്തിന്റെ കാര്യത്തിലുള്ള പ്യൂരിറ്റിയാണ്, മറ്റൊന്ന് സമ്പത്തിന്റെ കാര്യത്തിലുള്ള പ്യൂരിറ്റിയാണ്, മൂന്നാമത്തേത് സദാചാരത്തിന്റെ കാര്യത്തിലുള്ള ലൈംഗിക വിശുദ്ധിയാണ് മൂന്നാമത്തെ പ്യൂരിറ്റി. ഈ 3 പ്യൂരിറ്റി ഒരു മനുഷ്യനുണ്ടാകണം ജീവിതത്തിൽ. എന്ത് വില കൊടുത്തു ഞാൻ പറയുന്നു, നമ്മളത് കാത്തു സൂക്ഷിക്കണം. ഈ 3-ൽ പാളിയാൽ പിന്നെ എവിടെ നിന്നായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. വിശ്വാസത്തിൽ പാളിയാൽ പിന്നെ നമ്മൾ എന്ത് ആരാധകനായിട്ടും കാര്യമില്ല, എന്ത് ആരാധന നടത്തിയിട്ടും കാര്യമില്ല. വിശ്വാസം പാളിപ്പോയാൽ, കാരണം തറയാണ് ഇടിയുന്നത്, പിന്നെ മോൾവശം നിൽക്കില്ല. തറ ഇടിഞ്ഞ പിന്നെ മേളിൽ നിൽക്കണം എങ്ങനെയാണ്? നിൽക്കില്ലല്ലോ. അതുകൊണ്ട് തറ വളരെ കറക്റ്റായിരിക്കണം. ആ തറയിലെ വളരെ സുപ്രധാനമായ ഇമാം കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നിൽക്കുന്ന വലിയ സുപ്രധാനമായ പില്ലറാണ് സാമ്പത്തികമായ ഒരാൾ പിന്നെ സത്യസന്ധനാവുക, സാമ്പത്തികമായി അന്യായങ്ങളൊന്നും കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലൈംഗികമായ വിശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മൾ ഗൗരവമായി ആ വിഷയത്തെ നമ്മൾ സൂക്ഷിക്കണം, പരിശോധിക്കണം. മറ്റൊന്നാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത്. 4-ാം അധ്യായം സൂറത്ത് നിസാ 30-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറത്തൻ തറാദി മിൻകും വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. സത്യവിശ്വാസികളെ, നിങ്ങൾ അന്യന്റെ മുതൽ ഒരു കാരണവശാലും അന്യായമായി തിന്നരുത്. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നാമത് ആത്മഹത്യാപരമാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്യരുത്. നിങ്ങളത് ചെയ്താലോ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കത്തിക്കാളുന്ന നരകാഗ്നിയിലിട്ട് കത്തിക്കരിച്ചു കളയുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല, അത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളെ പുറത്തു തരാൻ ഞാൻ സന്നദ്ധനാണെന്ന് കൂടി അള്ളാഹു ഒരു ഓഫർ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റമദാനിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റമദാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് സൂറത്തുൽ ബഖറയിലാണ്. സൂറത്തുൽ ബഖറയിലെ ഒരു പാരഗ്രാഫിലാണ് അല്ലാഹു റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയുന്നത്. ആ പാരഗ്രാഫ് അല്ലാഹു അവസാനിപ്പിക്കുന്നത് തന്നെ അന്യന്റെ മുതൽ അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് സൂറത്തുൽ ബഖറയിലാണ്. ഞാൻ പറഞ്ഞത് സൂറത്തുൽ മായിദ 4-ാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലാണ്. എത്ര ഗൗരവമുള്ള സംഗതിയാണെന്ന് ആലോചിക്കണം. റമദാനിനെ കുറിച്ച് പറയുന്നിടത്ത് ഇത് കൂട്ടിക്കെട്ടിയാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സാമ്പത്തികമായ കാര്യത്തിൽ അന്യൻ്റെ 10 രൂപ നമ്മുടെ കയ്യിലുണ്ടാവരുത്. നമ്മളുടെ ഒരു 10,000 രൂപ മറ്റൊരുത്തൻ്റെ കയ്യിലുണ്ടായാലും അന്യായമായതായിട്ട് വാങ്ങിയിട്ട് തന്നില്ലെങ്കിലും മറ്റൊരുത്തൻ്റെ നമ്മുടെ കയ്യിലില്ലാതിരിക്കാൻ സൂക്ഷിക്കണം. വളരെ ഗൗരവമുള്ള സംഗതിയാണത്, ചില്ലറ സംഗതിയല്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ആ വിഷയത്തിൽ തൻ്റെ പൊസിഷൻ എന്താണ്? അത് വളരെ മോശമായ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളത് തിരുത്തണം. അത് തിരുത്താൻ നമ്മൾ സന്നദ്ധമല്ല എങ്കിൽ പിന്നെ നമ്മൾ നോമ്പ് പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? അവിടെയൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ വളരെ നിശിതമായി നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഒരു അവലോകനത്തിന്, ഒരു നിരൂപണത്തിന് പിന്നെ നമ്മൾ സന്നദ്ധമാകണം ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്. അത് അത്തരം കാര്യങ്ങളാണ്. ഈ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കർമ്മകാര്യങ്ങളെ കുറിച്ചാണ്. കർമ്മം മാത്രം നന്നായി പോരാ, നമ്മുടെ കൽബ് കൂടി നന്നാവണം. നമ്മുടെ കൽബ് നന്നാവണം. കൽബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിനെ ബാധിക്കുന്ന ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അസൂയയുണ്ട്, അതേപോലെ തന്നെ സ്വാർത്ഥതയുണ്ട്, അതേപോലെ തന്നെ പ്രകടനാത്മകതയുണ്ട്, അഹങ്കാരമുണ്ട്. ഈ വിഷയത്തിൽ തൻ്റെ സ്റ്റാറ്റസ് എന്താണ് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും അസൂയയുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിനീതന്റെ മനസ്സിൽ അസൂയയുണ്ട്, അഹങ്കാരമുണ്ട്, റിയാവുണ്ട്, പ്രകടനാത്മകതയുണ്ട്, സ്വാർത്ഥതയുണ്ട്, കുശുമ്പുണ്ട്. ഇതെല്ലാം എന്നിലുണ്ട്, അല്ല മനുഷ്യരിലുണ്ട്. അതോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ
ഈ വികാരങ്ങളെല്ലാം, ഈ നെഗറ്റീവ് എലമെന്റുകളെല്ലാം നമ്മുടെ മനസ്സിൽ ആക്ടിവേറ്റ് ആകും വ്യത്യസ്ത സംഗതികൾ കാണുമ്പോൾ, അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ. അങ്ങനെ ആക്ടിവേറ്റ് ആകുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ അഴിച്ചുവിടുകയാണോ ചെയ്യുക, ആ ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ സപ്രസ് ചെയ്യുകയാണോ ചെയ്യുക എന്ന് നമ്മൾ ആലോചിക്കണം. ആ വിഷയത്തിൽ തൻ്റെ നിലപാട് എന്താണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്? അസൂയ എന്ന് പറഞ്ഞ വികാരം മനസ്സിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സജീവമാകുമ്പോൾ അതിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് അഴിഞ്ഞാടാൻ ഞാൻ അനുവദിക്കുകയാണോ, അല്ല ഇത് അസൂയയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അതിനെ അടിച്ചൊതുക്കാനാണോ ശ്രമിച്ചത്? നമ്മൾ പരിശോധിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാറാല തൂക്കുന്നതിന് മുമ്പ്, വീടിനകത്തെ മാറാല തൂക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനകത്തെ മാറാല തൂക്കണം. ആദ്യം നമ്മൾ വീടടിച്ച് വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സടിച്ച് വൃത്തിയാക്കണം. അതുപോലെ തന്നെ നിസ്കാരപ്പായയും അതുപോലെ തന്നെ നിസ്കാര കുപ്പായവും ഒക്കെ അലക്കി വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം അലക്കി വൃത്തിയാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ശരിയായ റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും മുന്നൊരുക്കം നടത്തുന്നുണ്ടെങ്കിൽ അതാണ് നടത്തേണ്ടത്. നടത്തുന്നുവെങ്കിലല്ല, നടത്തിയേ മതിയാകൂ. നമ്മൾ നടത്തിയേ മതിയാകൂ. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വീട് പുതുക്കി പണിയാൻ നമ്മൾ സന്നദ്ധാണ്. പക്ഷേ നമ്മൾ ജീവിതം പുതുക്കാൻ സന്നദ്ധമല്ല. ജീവിതം പുതുക്കാൻ നമ്മൾ അതൊന്നും പുതുക്കി പണിയണമെന്ന് നമുക്ക് തോന്നാറില്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതൊന്നും നടക്കണ കാര്യമല്ല. നോമ്പ് വേണമെങ്കിൽ 30 പകരം 40 പിടിക്കാം, പക്ഷേ ജീവിതത്തെ ഓഡിറ്റ് ചെയ്യണ പണി തൽക്കാലം നടക്കൂല എന്നാണ് നമ്മുടെ നിലപാട്. നോമ്പ് വേണമെങ്കിൽ 30 എന്നുള്ളത് ഇനി 40 ആക്കിയാലും നമുക്ക് പ്രശ്നമില്ല, അത് നമ്മൾ പിടിച്ചോളാം. പക്ഷേ ജീവിതമാകുന്ന കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഒരു ഫയലുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ഫയൽ ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ സന്നദ്ധാവൂല. അത് ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകുന്നിടത്തെ നമ്മൾ ജീവിതത്തെയും പടച്ച തമ്പുരാനെയും പരലോകത്തെയും ഗൗരവമായി സമീപിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കച്ചവടം, ആ കച്ചവടം വിജയിക്കണമെങ്കിൽ ഇതുവരെ ചെയ്ത കച്ചവടത്തെ ഒരു അവലോകനത്തിന്, ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണ്ടേ? എവിടെയാണ് ലാഭം വന്നിട്ടുള്ളത്, എവിടെയാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, എവിടെയാണ് ആളുകൾ ചോർത്തിക്കൊണ്ടു പോകുന്നത് എന്നൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയാൽ ആ കച്ചവടം വിജയിക്കുള്ളൂ. എൻ്റെ ആരോഗ്യം നന്നാകണമെങ്കിൽ എനിക്ക് അസ്വസ്ഥതകളുണ്ട്. ഈ ആരോഗ്യം നന്നാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ശരീരത്തെ ഒരു മെഡിക്കൽ ഒബ്സർവേഷന് വിധേയമാക്കണം. എൻ്റെ ശരീരം ഒരു ഡയഗ്നൈസ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന്. അങ്ങനെ രോഗമുണ്ടോ എന്ന് പരിശോധിച്ചാലാണ് അതനുസരിച്ച് ചികിത്സ കൃത്യമായി നൽകാൻ കഴിയുള്ളൂ. അങ്ങനെ ചികിത്സ കൃത്യം നൽകുമ്പോഴാണ് ആരോഗ്യം നന്നാവുള്ളൂ. ഇല്ലെങ്കിൽ ആ രോഗം നെവർമെൻ്റായിട്ട് കൊണ്ടു നടന്നാൽ തൻ്റെ ജീവന് വരെ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക്, മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകും. ഇതുപോലെ തന്നെ നാളെ പരലോകത്ത് സുരക്ഷിതമായി നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഓഡിറ്റ് ചെയ്യണം. കഴിഞ്ഞ കാലം നമുക്ക് പലതുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. മനുഷ്യനാണ്, പലതും സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടുത്താൻ പറഞ്ഞതുമല്ല. പക്ഷേ ഒരാൾക്ക് കച്ചവടം നഷ്ടമായിരിക്കുമോ എന്ന് ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓഡിറ്റിനില്ല എന്ന് തീരുമാനിച്ച എന്തായിരിക്കും അവസ്ഥ? കച്ചവടം എന്താ അവിടെ നോക്കിയതാകെ അപകടമാവും എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കാതെ വിട്ടാൽ എന്താ സംഭവിക്കുക? കച്ചവടം പൊളിയും. അതുതന്നെയാണ് ജീവിതമാകുന്ന വലിയ കച്ചവടം. അള്ളാഹു അതിനെ കച്ചവടത്തോടാണ് ഉപമിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അഗ്നിയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ എന്താ പറഞ്ഞത്? സത്യവിശ്വാസികൾ അള്ളാഹുവിന് അവരുടെ ജീവിതത്തെ വിറ്റിരിക്കുകയാണ്, കച്ചവടം ചെയ്തിരിക്കുകയാണ്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗത്തിന് പകരമായിട്ട് കച്ചവടം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ആ കച്ചവടം അള്ളാഹുമായിട്ട് നടത്തിയ ഏറ്റവും വലിയ സുപ്രധാനമായ ക്രിട്ടിക്കലായിട്ടുള്ള നിർണായകമായ കച്ചവടം എത്രത്തോളം വിജയപരാജയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് നോക്കണം നമ്മൾ. എങ്കിലേ നമുക്കിതൊക്കെ ഫലപ്രദമാകുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിസ്കരിക്കുന്നത് ആരോഗ്യം നന്നാക്കാനല്ലല്ലോ, ഒരിക്കലുമല്ല. നമ്മൾ നോമ്പ് പിടിക്കുന്നത് ഡയറ്റ് കൺട്രോളിലൂടെ ആരോഗ്യം നന്നാക്കാനല്ലല്ലോ, ഒരിക്കലുമല്ല. മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട്. ഭൗതികമായി നമ്മൾ അതിൻ്റെ ഒരു നേട്ടവും പ്രതീക്ഷിക്കുന്നില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ സുരക്ഷിതമായി അള്ളാഹുവിൻ്റെ തൃപ്തിയും നാളെ പരലോകത്ത് സ്വർഗവും നേടുക എന്ന ലക്ഷ്യമായിരിക്കണം നമ്മുടെ മുമ്പിലുണ്ടാവുക. അതുകൊണ്ട് എന്നോടെന്ന പോലെ നിങ്ങളോടും ആവർത്തിച്ചു പറയാനുള്ളത്, അള്ളാഹുവിനെ ഗൗരവമായി സമീപിക്കണം, പരലോകത്തെ ഗൗരവമായി സമീപിക്കണം. ഇത് രണ്ടിനെയും ഗൗരവമായി നമ്മൾ സമീപിച്ചാൽ തൻ്റെ ജീവിതത്തെയും ഗൗരവമായി സമീപിക്കേണ്ടതായി വരും. അതുകൊണ്ട് ആദ്യം തീരുമാനത്തിലെത്തേണ്ടത് അള്ളാഹുവിനെ ഗൗരവമായി സമീപിക്കേണ്ടതുണ്ടോ,
പരലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ എന്നൊരു തീർപ്പിലാണ് നമ്മൾ ആദ്യം എത്തേണ്ടത്. ആ തീർപ്പിലെത്തിയാൽ ജീവിതത്തെ ഗൗരവമായി കണ്ടേ മതിയാകൂ. നമുക്ക് ഗൾഫിൽ പോണോ വേണ്ടെന്ന് തീരുമാനിക്കണം ആദ്യം, എങ്കിലല്ലേ യാത്രയെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുള്ളൂ. ഗൾഫിൽ പോകണമെന്ന തീരുമാനത്തിലെത്തിയാൽ യാത്രയെക്കുറിച്ച് എന്തായാലും ഗൗരവമായി ആലോചിക്കണം എന്നതുപോലെ തന്നെയാണിത്. ആ നിലക്ക് കാര്യങ്ങൾ നോക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.